ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിൻ്റെ ഉത്കൃതനം ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് നാളെ ഉത്കൃതിതമാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്നും നോക്കാം. കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പ്രവർത്തനം 1 കാട്ടിലെ ഉത്സവമാണ്. ഇവിടെ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട് അല്ലേ. പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻ നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ. മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി വനത്തിൽ ഉത്സവം നടത്തണം. ആന പറഞ്ഞു. അത് കേട്ട് സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാവരെയും അറിയിക്കണം. കുരങ്ങൻ ചാടി എഴുന്നേറ്റു പറഞ്ഞു. കാട് അലങ്കരിക്കണം. തത്തമ്മ ചിലച്ചു. എല്ലാവർക്കും സദ്യ ഒരുക്കണം. കരടിച്ചേട്ടൻ ഉറക്കെ പറഞ്ഞു. എല്ലാം ചെയ്യാം, പക്ഷേ മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണം. ആനച്ചേട്ടൻ കൊമ്പു കുലുക്കി പറഞ്ഞു. ഞാൻ പാട്ട് പാടാം. കുയില് കുണുങ്ങി. ഞാൻ നൃത്തം ചെയ്യാം. മയില് താളം ചവിട്ടി. ഓട്ട മത്സരത്തിൽ സമ്മാനം എനിക്ക് തന്നെ. മുയൽ വീമ്പടിച്ചു. ആമ മുയലിനെ നോക്കി പതുക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ഒന്നാമത്തെ ചോദ്യം, മാമലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ എഴുതുക. എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ അല്ലേ, പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേൻ നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ളതിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രം നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം, സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കിയത് എന്തിനാണ്? വനത്തിൽ ഉത്സവം നടത്തണമെന്ന് ആന പറഞ്ഞു കേട്ടപ്പോൾ. ഓക്കെ, വനത്തിൽ, ഇവിടെ ആൻസർ ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ നോക്കാം അല്ലേ. എപ്പോഴാണ്? വനത്തിൽ ഉത്സവം നടത്തണം ഓക്കെ എന്ന് പറഞ്ഞപ്പോഴാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കാട് എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? കാട് എന്ന വാക്കിന് ഉപയോഗിച്ചത് വനം എന്നാണ് അല്ലേ. ഉത്തരം വനം എന്നാണ്. ഇനി എല്ലാവർക്കും സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞതാരാണ്? കരടിച്ചേട്ടനായിരുന്നു. കരടിച്ചേട്ടൻ. അടുത്തത്, ആമ മുയലിനോട് പതുക്കെ പറഞ്ഞത് എന്താകാം? എന്താ പറയുന്നത്? ആമയും മുയലും തമ്മിലൊരു മത്സരം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ ആമ എന്താ പറയാ? ഞാനും ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനും ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഇതായിരിക്കും ആമ മുയലിനോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. വളരെ ഈസിയുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം ഉത്തരങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. നോട്ടീസ് തയ്യാറാക്കാം. കാട്ടിലെ ഉത്സവത്തിന് വിവിധ മത്സരങ്ങൾ നടത്തുന്നു. അത് അറിയിക്കുന്നതിനുള്ള നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? ഇവിടെ സ്ഥലം, തീയതിയും സമയമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. വലുതാക്കിയിട്ട് കാനനോത്സവം എന്നെഴുതി കൊടുക്കാം. കാനനോത്സവം 2026. ഇനി എവിടെയാണ്? ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അരയാലിൻ ചുവടാണല്ലേ. അപ്പോൾ അത് എഴുതി കൊടുക്കാം. അരയാലിൻ ചുവട്. എവിടെയാണ് അരയാലിൻ ചുവട്? മാമലക്കാട്. ഇനി അടുത്ത എന്നാണ് സമയം? 31/3/2026 മത്സരം നടക്കുന്നത് അല്ലേ. ഇനി എന്തെഴുതി കൊടുക്കാം? എല്ലാവരും മത്സരത്തിന് പങ്കെടുക്കണം. ഓക്കെ, എല്ലാവരും എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഒരു കുഞ്ഞു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനമാണ്. വന്നതെങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. കാട്ടിലെ കൂട്ടുകാർ മത്സരത്തിന് വന്നു ചേർന്നു. ഓരോരുത്തരും വന്നതെങ്ങനെ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ജീവികളെ നോക്കുക. ഇതിൽ ഇഴഞ്ഞു വന്നവർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ആരൊക്കെയാണെന്ന് എഴുതണം. ആദ്യം നമുക്ക് ഇഴഞ്ഞു വന്നവർ ആരൊക്കെയാണെന്ന് എഴുതാം. ആമ, പിന്നെ ആരാണ്? പാമ്പ്, അതുപോലെ തന്നെ ഒച്ച്. ഇവരൊക്കെയാണ് ഇഴഞ്ഞു വന്നവർ. ആന എങ്ങനെയാവും നടന്നിട്ടുണ്ടാവുക? നടന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം?
നടന്നു വന്നവർ. ഓക്കെ, നടന്നു വന്നവർ. ആന, കഴുത, അതുപോലെ തന്നെ ജിറാഫ്, ഇവരൊക്കെയാണ് നടന്നു വന്നവർ. ഇനി കുയിൽ എങ്ങനെയാണ് വന്നത്? പറന്നാണല്ലേ. അപ്പം അടുത്തത് എന്ത് എഴുതി കൊടുക്കണം? പറന്നു വന്നവർ. ഓക്കെ, അതിൽ കുയിൽ വരും, അതുപോലെ തന്നെ പരുന്ത് വരും, തത്ത വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നടന്നു വരുന്നത്, ആരൊക്കെയാണ് ഇഴഞ്ഞു വരുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് അറിയണം? അറിഞ്ഞിരിക്കണം അല്ലേ. എന്നാലാണ് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇലകൾ ഇലകൾ എന്നുള്ളതാണ്. മത്സരത്തിന് വന്നവരെല്ലാം ആഹാരം കഴിച്ചു. ആന ഓലയും മാൻകുഞ്ഞ് ഇളം പുല്ലും കഴിച്ചു. നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഇലകളുടെ പേര് എഴുതുക. ആദ്യത്തേത് എന്താണ്? മുരിങ്ങ ഇലയാണല്ലേ. അപ്പോൾ മുരിങ്ങ ഇല. ഇതെന്താണ്? രണ്ടാമത്തേത് ചീരയാണ്. അപ്പോൾ ചീര. ഇതേത് ഇലയാണ്? മത്തനിലയാണ്. ഓക്കെ, മത്തനില. അവസാനം കൊടുത്തുള്ളത് ഏതാണ്? ചേമ്പിലയാണ്. ചേമ്പില. അതിൻ്റെ ആകൃതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ അത് ഏതൊക്കെ ഇലയാണെന്ന്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കറിക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന 2 ഇലകളുടെ പേരെഴുതുക. ഒന്നെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കറിവേപ്പാണ്. കറിവേപ്പ്. അടുത്ത ഏതാണ്? മല്ലിച്ചെപ്പ്. ഓക്കെ, മല്ലിച്ചെപ്പ്. അല്ലെങ്കിൽ നമുക്ക് പുതിന ഇല എന്ന് എഴുതാം. പുതിന ഇല. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ള ഇലയുടെ പേരെഴുതുക. കൈപ്പത്തിയേക്കാൾ വലുത് ഏതൊക്കെയാണ്? മത്തനില നമ്മളെ കൈപ്പത്തിയേക്കാൾ വലുതാണ്. മത്തനില. അതുപോലെ തന്നെ ചേമ്പില, വാഴ ഇല, ഇതൊക്കെ നമ്മളെ കൈയിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡി അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ. ഞാൻ ആര് എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. ചറപറ ചറപറ വീഴുന്നു, മാനത്തൂന്നും വീഴുന്നു, മണ്ണിന് കുളിര് മനസ്സിനും കുളിര്, ഭൂമിക്കാകെ പച്ചപ്പ്. ഏതാണത്? മഴയാണല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? മഴ. രണ്ടാമത്തേത് പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി, മാനത്തൂടെ ചന്തത്തിൽ പക്ഷി കണക്കെ പറക്കും ഞാൻ. ആരാണ്? വിമാനമാണ്. ആരാണ്? വിമാനം. അടുത്തത് മഞ്ഞപ്പൂവിൻ ഉള്ളിൽ നിന്നും നീണ്ടുമുരുണ്ടും വന്നേ ഞാൻ, ഉള്ളിൽ നിറയെ വിത്തും പേറി ചാരം തേച്ചു വെളുത്തോ ഞാൻ. ചാരം തേച്ചിട്ടുള്ളത് ആരാണ്? കുമ്പളങ്ങയാണല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? കുമ്പളങ്ങ. ഓക്കെ, കുമ്പളങ്ങ. ഇനി ചിത്രത്തിന് അനുയോജ്യമായ കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ആരാണ്? നക്ഷത്രമാണല്ലേ. അപ്പം എന്തെഴുതാം? മിന്നി മിന്നി തിളങ്ങുന്നു. രാത്രിയിൽ വെട്ടം നൽകുന്നു. മാനത്ത് വെട്ടം കണ്ണിനു വെട്ടം. കണ്ണിനു വെട്ടം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കടങ്കഥ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാതും നമ്മൾ നോക്കി. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും വരുന്നത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്